2028 64,000 ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ കനേഡിയൻ ഫെഡറൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ജോലിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. 15% ജോബ് കട്ടാണ് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. ഫെഡറൽ ഗവൺമെൻറ്റിലെ വിവിധ വിഭാഗങ്ങളായിട്ടുള്ള കാനഡ റവന്യൂ ഏജൻസി, ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസ്, സിറ്റിസൺഷിപ്പ്, ഈ വിവിധ മേഖലകളിലായിരിക്കും ജോലികൾ നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ആളുകൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും കാനഡയിൽ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ അവർക്ക് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 1.5 വർഷത്തേക്ക് EIയിൽ അഥവാ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിൽ പോകാൻ സാധിക്കും. ആയതിനാൽ അധികം സമരങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്ഥിര ജോലി എന്നാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. കാനഡയിൽ പ്രൈവറ്റെന്നോ ഗവൺമെൻറ്റെന്നോ വ്യത്യാസമില്ലാതെ ലേ ഓഫുകൾ തുടരുന്നതാണ്. കമ്പനി നഷ്ടത്തിലായിട്ടുണ്ടെങ്കിൽ ജോലികളും അതുപോലെ തന്നെ നഷ്ടപ്പെടും. ഇതിൻ്റെ ആഘാതം അനുഭവപ്പെടാൻ പോകുന്നത് പ്രത്യേകിച്ചും ഫെഡറൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണ്. പ്രത്യേകിച്ചും ആളുകളൊക്കെ വീടുകളൊക്കെ വാങ്ങി അവിടെ സെറ്റിൽഡാണ്. പ്രത്യേകിച്ചും ഒട്ടാവ സൈഡിലാണ് കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നും ധാരാളം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അവർക്കാണ് ഇതിൻ്റെ ആഘാതം അനുഭവപ്പെടാൻ പോകുന്നത്. പലരും അപ്സ്കില്ലിങ്ങും റിസ്കില്ലിങ്ങും മറ്റു ജോലികളിലേക്കുള്ള കരിയർ സ്വിച്ചിങ്ങിൻ്റെ പ്ലാനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളുമുണ്ട്. നമുക്ക് പല പ്രൊഫഷൻസിലൂടെ മറ്റു പ്രൊഫഷനിലോട്ട് കടക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഒരു പ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അകലെ നിന്നും ജോലി ചെയ്യുന്നവർ, വീട്ടിൽ നിന്ന് കമ്പനികളിൽ വർക്ക് ഫ്രം ജോബ് റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ കമ്പനിയുടെ ആസ്ഥാനത്തേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യവുമാണ്. നിരവധി ആളുകളാണ് ഇപ്പോൾ ടൊറൻറ്റോ ആസ്ഥാനമായിട്ടുള്ള കമ്പനികളിലേക്ക്, പ്രത്യേകിച്ചും ബാങ്കുകളിലേക്ക് വന്ന് ജോലി ചെയ്യുന്നത്. 2-3 ദിവസം ആഴ്ചയിൽ അവർക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദീർഘദൂര ട്രാവലുകളാണ് അവർ ചെയ്യുന്നത്. ഈ സമയത്ത് ഇപ്പോൾ റെൻ്റൽ ഹൗസുകൾ ലീസിനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം റിയൽറ്റേഴ്സൊക്കെ പറയുകയുണ്ടായി അവർക്കൊക്കെ ലീസ് എൻക്വയറികൾ കൂടിയിട്ടുണ്ട് എന്ന്. നിരവധി ആളുകൾ ഇപ്പോൾ ടൊറൻറ്റോയിൽ വന്ന് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് അവരുടെ ജോലി തുടരുകയാണ്. പ്രത്യേകിച്ചും ജോലികളിൽ കയറുമ്പോൾ തന്നെ കോൺട്രാക്റ്റിൽ പല കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ ചിലപ്പോൾ വായിക്കാറില്ല, സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വർക്ക് ഫ്രം ഹോം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയിൽ വന്ന് തന്നെ ജോലി ചെയ്യണം എന്നുള്ളൊരു ഓർഡർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോൺട്രാക്റ്റ് പ്രകാരം വരേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ അവർ നമ്മളെ ഫയർ ചെയ്യും, വേറെ ആൾ അവർ ജോലിക്ക് എടുക്കും. അതിനാൽ നിങ്ങളുടെ കോൺട്രാക്റ്റുകളൊക്കെ വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കുക. നിങ്ങൾ സൈൻ ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഡിസിഷൻസ് എടുക്കുക. കാനഡയിലെ റെൻ്റൽ നിരക്കുകൾ ഇപ്പോൾ സാധാരണഗതിയിൽ തന്നെ തുടരുകയാണ്. കുറഞ്ഞ റെൻറ്റിൽ ഇപ്പോഴും വീടുകളൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ ഈ സാഹചര്യം ഇനിയും റെൻ്റ് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം റെൻ്റൽ ബോർഡിൻ്റെയും ടെനൻറ്റ് ബോർഡിൻ്റെയൊക്കെ ഒരു ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോൾ റെനോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് പുതുക്കി പണിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ റെനോവേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ പുറത്താക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അതായത് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അത് പുതുക്കി പണിയണമെന്നുണ്ടെങ്കിൽ ലാൻഡ് ലോഡിന് നമ്മളെ എവിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ പെട്ടെന്ന് എവിക്ഷൻ നടക്കില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ, അഥവാ മൂവിങ് അലവൻസ്, മറ്റ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ലാൻഡ് ലോഡ് ചെയ്യണമെന്നുള്ളൊരു പുതിയ നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അറിയുന്നതിന് വേണ്ടി ടെനൻറ്റ് ബോർഡ് നോക്കിയാൽ മതി. ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ താമസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എഗ്രിമെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് നോക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ സ്ഥിതി കാര്യങ്ങളൊക്കെ നോക്കുക. അതിനുശേഷം മാത്രമേ ഉള്ളൂ വാടകയ്ക്ക് നമ്മൾ അല്ലെങ്കിൽ ലീസിൽ വീടുകളൊക്കെ എടുക്കാവുള്ളൂ. പേപ്പറുകളൊക്കെ സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ശ്രദ്ധിക്കുക, അത് നിങ്ങളൊരു ലാൻഡ് ലോഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ടെനൻ്റ് ആണെങ്കിലോ. അത് നമ്മുടെ പ്രധാന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹൗസിംഗ് സെയിൽസ്. അത് ഇപ്പോൾ ഒണ്ടേരിയോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ എങ്കിൽ മറ്റു പ്രൊവിൻസുകളിൽ, പ്രധാനമായിട്ടും പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലൊക്കെ ഇപ്പോൾ ഹൗസ് സെയിൽസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. 52% ഗ്രോത്താണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകൾ ചെറിയ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. കാരണം അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിങ് അവിടെ ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രധാന കാരണത്തിലാണ് ഈ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. US കാനഡ വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും ഈ കഴിഞ്ഞ ദിവസമാണ് US താരിഫ് 35% കുസ്മ എന്ന് പറയുന്ന എഗ്രിമെൻറ്റിന് മുകളിൽ ഉള്ള ഗുഡ്സിൻ്റെ മേൽ ചുമത്തിയത്. നോർത്ത് അമേരിക്ക ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് പ്രകാരം പല വസ്തുക്കളും, അതായത് കാനഡയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന 90%
വസ്തുക്കളുടെ മേലും താരിഫ് ഇല്ല, അല്ലെങ്കിൽ നികുതി ഇല്ലാതെയാണ് പോകുന്നത്. അത് എഗ്രിമെൻ്റ് പ്രകാരമാണ്. അതിന് പുറമേയുള്ള ഘടകങ്ങൾക്കാണ് ഇപ്പോൾ ഈ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാനഡയുടെ ഇക്കോണമിയെ അത് കാര്യമായിട്ട് ബാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോഴേക്കും കാനഡയുടെ ഇപ്പോഴത്തെ സ്ഥിതിയും അത്യാവശ്യം സെക്യൂർ ആണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് ഇക്കോണമിയെ കാര്യമായിട്ട് ബാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാനഡയിലേക്ക് സൂപ്പർ വിസയിൽ മാതാപിതാക്കളെ ക്ഷണിക്കുന്നവർക്കൊരു പ്രത്യേക അപ്ഡേറ്റ് ഉണ്ട്. വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പ്രത്യേകിച്ചും CICയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ ചുരുക്കത്തിലൊന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ അപേക്ഷകർക്ക്, അതായത് കാനഡയിലായിരിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കളെ സൂപ്പർ വിസയിൽ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ 3.9% വർദ്ധിപ്പിച്ച ഇൻകമാണ് വരുന്നത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ $29,380 നിന്നും അത് $30,526 വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കുടുംബാംഗങ്ങൾക്കാണെങ്കിൽ അത് വരുന്നത് $36,576 നിന്നും അത് $38,002 മിനിമം വാർഷിക വരുമാനത്തിൽ വർധനവ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കിത് അപ്രൂവ് ആവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ സർവീസുകൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലേറ്റഡ് കൺസൾട്ടൻറ്റ് നമ്മുടെ സർവീസിലുള്ള JH ജേക്കബ് RCCയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ SPS ഇൻ്റർനാഷണൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് കോഴ്സ് എടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ തേർഡ് കോഴ്സായിട്ട് PSW എടുക്കാൻ വേണ്ടി ഇവിടെ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയുള്ള സർവീസുകൾ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ CPR ഫസ്റ്റ് എയ്ഡ് ക്ലാസ് നടക്കുന്നത് ഓഗസ്റ്റ് 11 നടക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് നോർത്ത് യോർക്കിലാണ് നടക്കുന്നത്. നിങ്ങൾക്ക് അതിൽ പങ്കുചേരണമെങ്കിൽ നേരത്തെ ഓൺലൈൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. പ്രത്യേകിച്ചും നാട്ടിൽ നിന്നും ഇപ്പോൾ കാനഡയിലേക്ക് എത്തുന്ന കുട്ടികൾക്ക്, സെപ്റ്റംബർ മാസങ്ങളിൽ എത്തുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇനിയിപ്പോൾ ഉള്ള ഫിഫ ഓപ്പണിങ്സ്, വേൾഡ് കപ്പ് ഓപ്പണിങ്സിലോട്ടൊക്കെയുള്ള പല ജോലികളുമുണ്ട്. അതിലോട്ടൊക്കെ CPR ഫസ്റ്റ് എയ്ഡ് റിക്വയർമെൻ്റ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. PSW അഡ്മിഷൻസ് വേണ്ടവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അത് താഴെ കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. സമ്മറാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. നമ്മുടെ പല പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. നമ്മുടെ പല ഓർഗനൈസേഷൻ്റെയും പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. സമ്മറാണ് ഏറ്റവും ആളുകൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ആളുകളൊക്കെ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. കാനഡയിലെ സ്റ്റെക്കേഷൻസിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിൽ ഉള്ള ചെറിയ സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന സംവിധാനങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉണർവ് ഉണ്ടായിരിക്കുകയാണ്. കാരണം US-ലേക്കുള്ള ഡെസ്റ്റിനേഷൻസ് അത് അധികം പോപ്പുലർ ആവാതെ വരുന്നു. കാരണം യാത്രാ തടസ്സങ്ങളോ ട്രംപ് ഫാക്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. നിരവധി ആളുകൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും കാനഡയിലെ ഉള്ളിലുള്ള സ്ഥലങ്ങളിലാണ് ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നത്. എന്നാൽ US-ൽ നിന്ന് ധാരാളം റെഫ്യൂജി ക്ലെയിമൻസ് ഇപ്പോൾ കാനഡയിലേക്ക് വരുന്നു എന്ന് ഈ കഴിഞ്ഞ ദിവസം ഒണ്ടാരിയോ ഗവൺമെൻറ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിരവധി ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ ഇപ്പോൾ അസൈലം സീക്കേഴ്സായിട്ട് ഇവിടെ നിൽക്കുന്നു. അവർക്ക് വർക്ക് പെർമിറ്റ് കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള പെട്ടെന്നുള്ള നടപടി ഉണ്ടാകണമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഫെഡറൽ ഗവൺമെൻറ്റിനോട് അവർ പല സഹായങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് പ്രോസസ്സുകൾ നടത്താനോ അല്ലെങ്കിൽ എത്തിയവരെ തിരിച്ചയക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നോക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ പല വാർത്തകളും US-ൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കാലിഫോർണിയയിലെ ഐസ് അറസ്റ്റുകളാണ്. നിരവധി ആളുകൾ ഇപ്പോൾ വീടിന് പുറത്തിറങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ സ്കൂളുകളിൽ കുട്ടികളെ വിടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അറസ്റ്റ് അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 2 മില്യണിൽ അധികമാണ് കാലിഫോർണിയയിൽ അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രത്യേകിച്ചും ഫുഡ് വെൻഡേഴ്സിനെയൊക്കെയാണ് ഈ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പല ഓർഗനൈസേഷൻസുകളും പല സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. US-ൽ നിന്ന് വാർത്തകൾ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമ്മുടെ US വാർത്തകൾ അധികമായിട്ട് ഈ ആഴ്ചകളിൽ അധികം ഞാൻ പറയുന്നില്ലായിരുന്നു. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി ആളുകൾ US-ൽ നിന്ന് കാണുന്നുണ്ടെന്നറിയാം. നിങ്ങൾക്ക് താഴെ അവിടുത്തെ വാർത്തകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും നിങ്ങൾക്ക് വാർത്തകൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്ത ലൈവ് സെഷൻ വെള്ളിയാഴ്ചയുണ്ട്. എല്ലാവരെയും ലൈവ് സെഷനിലോട് ക്ഷണിക്കുന്നു. അവിടെ നമുക്ക് വാർത്തകളും വിശേഷങ്ങളും ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് അതൊക്കെ വായിച്ച് അതിനുള്ള മറുപടി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.